നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശക്തമായ ത്രികോണ മത്സരത്തിലാണ് പത്തനംതിട്ടയിൽ കളമൊരുങ്ങുന്നത്. എൻഡിഎ സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി, യുഡിഎഫിന് വേണ്ടി ആന്റോ ആന്റണി, എൽഡിഎഫിന് വേണ്ടി തോമസ് ഐസക് എന്നിവരാണ് ജനവിധി തേടുന്നത്. മൂന്നുപേരും ഒന്നിനൊന്ന് ശക്തരായ സ്ഥാനാർത്ഥികൾ. ശക്തമായ പ്രചാരണങ്ങൾ നടക്കുന്നതിനിടെ ചില പൊട്ടിത്തെറികളും കയ്യാങ്കളികളിലും അവസാനിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം കാര്യക്ഷമമല്ലെന്ന പേരിൽ നേതാക്കൾ തമ്മിൽ ഇപ്പോൾ കയ്യാങ്കളിയിൽ അവസാനിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി നടന്ന യോഗത്തിലാണ് ഈ ഒരു സംഭവം. ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോരായ്മകൾ ഉണ്ടെന്ന് ഒരംഗം വിമർശനം ഉന്നയിച്ചു. മറ്റൊരംഗം ഇതിനെ എതിർത്ത് രംഗത്ത് വന്നതോടെയാണ് സ്ഥിതി വഷളായത്. മറ്റുള്ളവർ ഇടപെട്ട് സ്ഥിതി ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ബഹളം അല്പം നേരം നീണ്ടുനിന്നു. ഒരു മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം നടന്നത്. എന്നാൽ സംഭവത്തിൽ പ്രതികരിക്കാൻ പാർട്ടി നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇതോടെ അടുത്ത ജില്ലാ സെക്രട്ടറി സ്ഥാനം നോട്ടമിടുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അസഭ്യം വിളിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു. അപ്രതീക്ഷിത ആക്രമണത്തിൽ നിലതെറ്റി മുതിർന്ന അംഗം മറിഞ്ഞു വീണമെന്നും പറയുന്നു. ഉപരി കമ്മിറ്റിയിൽ നിന്ന് പങ്കെടുത്ത മന്ത്രി വാസവൻ നോക്കി നിൽക്കുമ്പോഴായിരുന്നു മർദ്ദനം. ഇതിന് പിന്നാലെ മുതിർന്ന നേതാവ് പാർട്ടിക്ക് പരാതി നൽകി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളിൽ നിന്ന് രാജിവെച്ചുകൊണ്ടുള്ള കത്തും നൽകി. അടിയേറ്റ് നിലത്ത് വീണ നേതാവ് തിരികെ ഓഫീസിൽ കയറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്ന് ഒഴിയുകയാണെന്ന് കാണിച്ചാണ് കത്ത് നൽകിയത്. സംഭവത്തെക്കുറിച്ച് ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. ഏകദേശം ഇന്നലെ രാത്രി 10ഓടെയാണ് ഈ ഒരു സംഭവം നടന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിട്ടുണ്ട്. UDFിന്റെ പരാതിയിലാണ് നടപടി. 3 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. സർക്കാർ സംവിധാനങ്ങൾ തോമസ് ഐസക് ദുരുപയോഗം ചെയ്യുന്നുവെന്നായിരുന്നു പരാതി. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KDISCിലെ കൺസൾട്ടന്റുകൾ, കുടുംബശ്രീ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി വീടുകൾ കയറി യുവാക്കൾക്ക് ജോലിയും സ്ത്രീകൾക്ക് വായ്പയും നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവെന്നായിരുന്നു ആരോപണം. UDF നേതൃത്വം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലാണ് ജില്ലാ കളക്ടർ തോമസ് ഐസക്കിനോട് വിശദീകരണം തേടിയത്. പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും UDF നേതൃത്വം പ്രതികരിച്ചു. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം നേതൃത്വം അറിയിച്ചു. അതേസമയം ജില്ലാ കളക്ടർക്ക് വിശദമായ മറുപടി നൽകുമെന്നും തോമസ് ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞു. KDISCിന്റെ പ്രവർത്തനത്തിലൊന്നും താൻ ഇടപെടുന്നില്ല. KDISC അവരുടെ പ്രവർത്തനം നടത്തും. വിജ്ഞാൻ പത്തനംതിട്ട എന്ന പരിപാടി ആവിഷ്കരിച്ചത് മൈഗ്രേഷൻ കോൺക്ലേവിലാണ്. അത് എത്രയോ മാസമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്വാഭാവികമായും ജോലി നൽകുന്നതിനെ കുറിച്ച് പറയും. കുടുംബശ്രീ യോഗം നടക്കുമ്പോൾ താൻ അവിടെ ഉണ്ടെങ്കിൽ വോട്ട് അഭ്യർത്ഥിക്കും, അല്ലാതെ അവരുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട്. തന്റെ പ്രവർത്തനങ്ങൾ UDFിനെ അലട്ടുന്നുണ്ടെന്നും തോമസ് ഐസക് പറഞ്ഞു.